അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. PSC ഏറ്റവും പുതിയ തീരുമാനം അനുസരിച്ച് 54 തസ്തികകളിൽ പുതിയ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് യോഗം തീരുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ് LD ടൈപ്പിസ്റ്റ് എന്ന് പറയുന്നത്. ടൈപ്പിസ്റ്റ് തസ്തിക ഇനി ഉണ്ടാവില്ല എന്ന് പല ഉദ്യോഗാർത്ഥികളും വിശ്വസിച്ചിരുന്ന ഒരു സമയത്താണ്, അല്ലെങ്കിൽ KGTA കോഴ്സ് പഠിച്ച ഉദ്യോഗാർത്ഥികളും ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളും എല്ലാം തന്നെ ഈ അടുത്ത കാലത്തുണ്ടായ ടൈപ്പിസ്റ്റ് തസ്തികയെ സംബന്ധിച്ചുള്ള വാർത്തകളും പത്രമാധ്യമങ്ങളിലുണ്ടായ വാർത്തകളെല്ലാം തന്നെ ഉദ്യോഗാർത്ഥികളെ വളരെയധികം വിഷമിപ്പിക്കുകയും ഇനി ഈ തസ്തികയിലേക്ക് ഒരു പുതിയ വിജ്ഞാപനം PSCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന ധാരണയോടുകൂടി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ഈ പുതിയ PSC വിജ്ഞാപനം. ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ വളരെയധികം ആശ്വാസം നൽകുന്ന മാത്രമല്ല, ഇനിയിപ്പോൾ ഒരു ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കാൻ വേണ്ടിയുള്ള ഒരു പഠനം ആണ് ഇനി നമുക്കുള്ള സമയങ്ങളിൽ മുമ്പോട്ട് കൊണ്ടുവരേണ്ടത്. അപ്പോൾ 54 തസ്തികകളിലാണ് PSC വിജ്ഞാപനം വരാൻ പോകുന്നത്. കമ്പനി ബോർഡ് കോർപ്പറേഷനിൽ LD ടൈപ്പിസ്റ്റ്, വിവിധ വകുപ്പുകളിൽ ആയമാര്, ഹൗസിംഗ് ബോർഡിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ, സിവിൽ ഉൾപ്പെടെ 54 തസ്തികകളിലാണ് പുതിയ വിജ്ഞാപനം PSC യോഗം അംഗീകരിച്ചിട്ടുള്ളത്. ജൂൺ 17 ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ജൂലൈ 16 വരെ അപേക്ഷിക്കാവുന്ന രീതിയിലായിരിക്കും പുതിയ വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ഈ 54 തസ്തികകൾ എന്ന് പറയുമ്പോൾ LD ടൈപ്പിസ്റ്റ് ഉൾപ്പെടെ ഏതൊക്കെ തസ്തികകളിലാണ് വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. മിൽമയിൽ ജനറൽ മാനേജർ, അതുപോലെ തന്നെ ടെക്നീഷ്യൻ, ഇലക്ട്രീഷ്യൻ, പോളിടെക്നിക് കോളേജുകൾ ടൂൾ ആൻഡ് ഡൈ ലെക്ചറർ, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഇൻസ്ട്രക്ടറിൽ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ ജലഗതാഗത വകുപ്പില് ഫോർമാൻ, അതുപോലെ തന്നെ ITIകളിലെ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിൻ്റനൻസ്, ജൂനിയർ ഇൻസ്ട്രക്ടർ ഡ്രഗ്സ് കൺട്രോൾ വകുപ്പില് മീഡിയ മേക്കർ, കയർഫെഡിലെ ജനറൽ മാനേജർ, ഫിഷറീസ് വകുപ്പിലെ ഫിഷറീസ് അസിസ്റ്റന്റ്, അതുപോലെ ജലഗതാഗത വകുപ്പിലെ കോൾക്കർ പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷനിലെ LD ടൈപ്പിസ്റ്റ്, ഇങ്ങനെ ഉള്ള 54 തസ്തികകളിലാണ് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് PSC യോഗം തീരുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ LD ടൈപ്പിസ്റ്റ് വരില്ല എന്ന് വിഷമത്തോടെ ഇരുന്ന ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ ആശ്വാസം നൽകുന്ന വാർത്തയാണ്. അപ്പോൾ വളരെ അടുത്ത ദിവസം തന്നെ ജൂൺ 17 തന്നെ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. ജൂലൈ 16 വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്കെല്ലാം തന്നെ ഈ വിജ്ഞാപനം വരുന്ന സമയത്ത് എല്ലാവരും കൃത്യമായിട്ട് നോക്കി എല്ലാവരും കൃത്യമായിട്ട് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് തയ്യാറെടുപ്പുകൾ എടുക്കുകയും എല്ലാവർക്കും റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരാവുന്ന രീതിയിൽ ഒരു പഠന രീതി എല്ലാവരും മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.